ഇന്നത്തെ നമ്മുടെ ടോപ്പിക് ബോത്ത് ഓഫ് അസ് ആൻഡ് ടു ഓഫ് അസ്. എന്താണ് ഇത് തമ്മിലുള്ള വ്യത്യാസം? ഇപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ ബോത്ത് ഓഫ് അസ് എന്നാണ് പറയുന്നതെങ്കിൽ രണ്ട് പേരുണ്ട്, അത് നിങ്ങളും ഞാനും ആണ്. യു ആൻഡ് ഐ. രണ്ടാളുകളുണ്ട്, രണ്ടാളുകളും ഒരു സെറ്റ് ആണ്. നമ്മൾ രണ്ടുപേരും എന്ന മീനിങ് ആണ് ബോത്ത് ഓഫ് അസ്. ബോത്ത് ഓഫ് അസ് ലവ് ഐസ്ക്രീം. നമ്മൾക്ക് രണ്ടുപേർക്കും ഐസ്ക്രീം ഇഷ്ടമാണ് എന്നാണ്. ബോത്ത് ഓഫ് അസ് പ്ലേ ഫുട്ബോൾ. നമ്മൾ രണ്ടുപേരും ഫുട്ബോൾ കളിക്കാറുണ്ട്. അപ്പോൾ ബോത്ത് ഓഫ് അസ് എന്ന് പറയുമ്പോൾ നിങ്ങളും ഞാനും. ബോത്ത് ഓഫ് എന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് അസ്. ബോത്ത് ഓഫ് അസ്. അസ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോനൗൺ ആണ്. അപ്പോൾ നമ്മളുടെ കാര്യം, നമ്മൾ എന്ന രീതിയിലാണ് അസ് എന്ന് ഉപയോഗിക്കുന്നത്. ഇനി ബോത്ത് ഓഫ് ദം, അവർ രണ്ടുപേരും. ബോത്ത് ഓഫ് ദം, അവർ രണ്ടുപേരും. ബോത്ത് ഓഫ് യു, ഇപ്പോൾ രണ്ടുപേരെ നോക്കിയിട്ട് ബോത്ത് ഓഫ് യു എന്ന് പറയാം. നിങ്ങൾ രണ്ടുപേരും, അപ്പോൾ അത് രണ്ടുപേരുടെ ഒരു സെറ്റ് ആണ്. ബോത്ത് ഓഫ് കഴിഞ്ഞിട്ട് പ്ലസ് പ്രോനൗൺ ആണ് ഉപയോഗിക്കേണ്ടത്. അസ്, ദം, യു ഒക്കെ ഉപയോഗിക്കാം. ഇനി ടു ഓഫ് അസ് എന്ന് പറയുമ്പോൾ അത് വളരെ വ്യത്യാസം ഉണ്ട്. അത് രണ്ട് പേരെ പറ്റി തന്നെയാണ് പറയുന്നത്, പക്ഷേ ഒരു ലാർജർ ഗ്രൂപ്പിൻ്റെ ഒരു ഭാഗമായ രണ്ട് പേർ. ടു മെമ്പേഴ്സ്, ഓൺലി ടു മെമ്പേഴ്സ് ഔട്ട് ഓഫ് എ ലാർജർ ഗ്രൂപ്പ്. ഫോർ എക്സാമ്പിൾ 5 പേരുള്ള ഒരു ഗ്രൂപ്പാണെന്ന് കരുതുക. അതിൽ 2 പേർ, ആ ഗ്രൂപ്പിൽ 5 പേരുള്ള ആ ഒരു ഗ്രൂപ്പിൽ നമ്മളും ഭാഗമാണ്. ഇപ്പോൾ ഒരാളോട് പറയുകയാണ് ടു ഓഫ് അസ് വിൽ ഗോ ദർ. നമ്മളിൽ 2 പേർ അവിടെ പോകും എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഞാനും നിങ്ങളും ആയിക്കൊള്ളണം എന്നില്ല. ഒരു 5 പേരുള്ള ഒരു ഗ്രൂപ്പുണ്ട്, അതിൽ 2 പേർ. ആ ഗ്രൂപ്പിനെയാണ് അസ് എന്ന് പറയുന്നത്. ആ ഗ്രൂപ്പിലെ എല്ലാവരും ഉൾപ്പെടുന്ന ആ ഒരു ഗ്രൂപ്പ്, അതാണ് അസ് എന്ന് പറയുന്നത്. ടു ഓഫ് അസ്. ഈ 5 പേരിൽ ആരെങ്കിലും 2 പേർ, ചിലപ്പോൾ ഞാനും വേറെ ഒരാളും ആകാം, അതല്ലെങ്കിൽ നിങ്ങളും വേറെ ഒരാളും ആകാം. ടു ഓഫ് അസ് എന്ന് പറയുമ്പോൾ ഈ 5 പേരിൽ 2 പേർ. ടു ഓഫ് അസ് വിൽ ഗോ ദർ. 2 പേർ അവിടെ പോകും. ടു ഓഫ് എന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നത് പ്രോനൗൺ തന്നെയാണ്. അപ്പോൾ ഒരു ബിഗർ സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്, ആ ആൾക്കാരിൽ 2 പേർ, ഒരു സബ് സെറ്റ് 2 പേരുടെ. ടു ഓഫ് അസ് നീഡ് ടു വെയിറ്റ് ഹിയർ. 2 പേർ, നമ്മളിൽ 2 പേർ ഇവിടെ വെയിറ്റ് ചെയ്യണം എന്നാണ്. നമ്മളിൽ 2 പേർ എന്ന് പറയുമ്പോൾ അതൊരു ലാർജർ ഗ്രൂപ്പാണ്. ചിലപ്പോൾ 3 ആളുകളാകാം, അതല്ലെങ്കിൽ 4 ആളുകളാകാം, 5 ആളുകളാകാം. അതിൽ 2 പേർ, ആരെങ്കിലും 2 പേർ. നമ്മളും ആ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ്. ടു ഓഫ് അസ് ആർ ഫ്രം ഡൽഹി. ടു ഓഫ് അസ് ആർ ഫ്രം ഡൽഹി എന്ന് പറയുമ്പോൾ 2 ആളുകൾ ഡൽഹിയിൽ നിന്നുള്ളവരാണ്. ഈ ടു ഓഫ് അസ് എന്ന് പറയുന്നത് ഒരു വലിയ ടീമിൻ്റെ, ഒരു വലിയ ഗ്രൂപ്പിൻ്റെ. അതിൽ ചിലപ്പോൾ ഒരു 10 മെമ്പേഴ്സ് ഉണ്ടാകാം, അതിൽ 2 പേർ എന്നാണ്. ഞാൻ ചിലപ്പോൾ അതിനകത്തുണ്ടാകാം ഈ 2 പേരിൽ, അതല്ലെങ്കിൽ നിങ്ങൾ അതിനകത്തുണ്ടാകാം ഒരാളായിട്ട്, പിന്നെ വേറൊരാൾ. പക്ഷേ നമ്മൾ 2 പേരും അല്ല. ടു ഓഫ് അസ്, ടു ഓഫ് എന്ന് കഴിഞ്ഞിട്ട് ഉപയോഗിക്കുന്നതും പ്രോനൗൺ തന്നെയാണ്. അസ്, ദം, യു ഒക്കെ ഉപയോഗിക്കാം. പക്ഷേ ഒരു ലാർജർ ഗ്രൂപ്പിനെ പറ്റിയാണ് പറയുന്നത്. ടു ഓഫ് ദം എന്ന് പറയുമ്പോൾ ഒരു ലാർജർ ഗ്രൂപ്പുണ്ട്, ആ ഗ്രൂപ്പിൽ 2 ആളുകൾ. ടു ഓഫ് ദം. ടു ഓഫ് യു എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഗ്രൂപ്പിൽ 2 പേർ എന്നാണ്. ടു ഓഫ് യു അപ്പോഴും ഒരു ലാർജർ ഗ്രൂപ്പിനെ പറ്റിയാണ് പറയുന്നത്. ബോത്ത് ഓഫ് അസ് ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ് എന്ന് പറയുമ്പോൾ ബോത്ത് ഓഫ് അസ്, അപ്പോൾ നമ്മൾ 2 പേരും ആ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തു എന്നാണ്. നമ്മൾ 2 പേരും, യു ആൻഡ് ഐ. ടു ഓഫ് അസ് ഫിനിഷ്ഡ് ദ പ്രോജക്റ്റ് എന്ന് പറഞ്ഞാലോ അത് നമ്മൾ 2 പേരും ആകണമെന്നില്ല. ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമാണ് നമ്മൾ, അതിൽ 2 പേർ പ്രോജക്റ്റ് ഫിനിഷ് ചെയ്തു എന്നാണ്. ചിലപ്പോൾ അതിനകത്ത് ഞാനുണ്ടാകാം, വേറെ ഒരാളും ഉണ്ടാകാം. നമ്മൾ 2 പേർ എന്ന ആ ഒരു സെറ്റ് അല്ല. ബോത്ത് ഓഫ് അസ് ആർ ഗോയിങ് എന്ന് പറഞ്ഞാൽ നിങ്ങളും ഞാനും പോകുന്നു എന്ന് തന്നെയാണ്. ബോത്ത് ഓഫ് അസ് ആർ ഗോയിങ്. ടു ഓഫ് അസ് ആർ ഗോയിങ് എന്ന് പറഞ്ഞാൽ 2 മെമ്പേഴ്സ് ഔട്ട് ഓഫ് എ ലാർജർ ഗ്രൂപ്പ് ആർ ഗോയിങ്. ഓൺലി 2 മെമ്പേഴ്സ് ഓഫ് എ ലാർജർ ഗ്രൂപ്പ് ആർ ഗോയിങ്. വലിയ ഒരു ഗ്രൂപ്പിൽ 2 ആളുകൾ പോകുന്നു. നിങ്ങളും ഞാനും തമ്മിൽ സംസാരിക്കുകയാണ്, നമ്മൾക്കൊരു ഗ്രൂപ്പുണ്ട്. ഈ 5 മെമ്പേഴ്സുള്ള ഒരു ടീമിൽ 2 ആളുകൾ പ്രസൻറ്റേഷൻ അവതരിപ്പിക്കും, അത് പ്രസൻറ്റ് ചെയ്യും എന്ന്.
അങ്ങനെയാണെങ്കിൽ എന്താണ് പറയേണ്ടത്? 2 of us ആണോ ബോത്ത് ഓഫ് us ആണോ? 5 മെമ്പേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്, അതിൽ 2 ആളുകൾ പ്രസൻറ്റ് ചെയ്യും. 2 ആളുകളാണ് ആ പ്രസൻറ്റേഷൻ ഹാൻഡിൽ ചെയ്യുന്നത് എന്നെങ്ങനെ പറയും? 2 of us will handle the presentation. 2 of us ആണ്. അതേസമയം നിങ്ങളും ഞാനും തമ്മിൽ സംസാരിക്കുകയാണ്, നമ്മൾക്കൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിൽ നമ്മൾ 2 പേരുമാണ് ആ ഒരു പ്രസൻറ്റേഷൻ ഹാൻഡിൽ ചെയ്യുന്നതെങ്കിൽ അവിടെ നമുക്ക് ഉപയോഗിക്കാം ബോത്ത് ഓഫ് us വിൽ ഹാൻഡിൽ ദ പ്രസൻറ്റേഷൻ. ഇപ്പോൾ ബോത്ത് ഓഫ് us ഉപയോഗിക്കുമ്പോഴും 2 of us ഉപയോഗിക്കുമ്പോഴും തമ്മിലുള്ള ഒരു ഡിഫറൻസ് മനസ്സിലായല്ലോ.